ഹലോ, വെൽക്കം ടു ഷൈവിൻ സൊല്യൂഷൻസ്. അപ്പോൾ നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷൻ മെക്കാനിസം എന്നാണ് ആ സീരീസിൻ്റെ പേര്. അതിലുള്ള ആദ്യത്തെ നെയിം റിയാക്ഷനാണ് ആൽഡോൾ കണ്ടൻസേഷൻ. ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ +2 മുതലേ പഠിച്ചു വരുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള റിയാക്ഷനാണ്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ആൽഡോൾ മുതൽ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ വരെ മൊത്തം ആൽഡോൾ കണ്ടൻസേഷൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ആൽഡോൾ കണ്ടൻസേഷനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അസിറ്റോണും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള റിയാക്ഷനാണ്. അതായത് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് കേൾക്കുമ്പോൾ CH3 C ഡബിൾ ബോണ്ട് O CH3 NaOH ഇതാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക. അപ്പോൾ NaOH എന്ന് പറഞ്ഞാൽ എന്താണ്? NaOH ഒരു ബേസാണ്. ബേസിൻ്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുക? ഈ കാർബണൈൽ ഗ്രൂപ്പിൻ്റെ ആൽഫ പൊസിഷനിലുള്ള നമ്മുടെ കാർബണിൻ്റെ തൊട്ടടുത്തുള്ള കാർബൺ നമ്മൾ ആൽഫ കാർബൺ എന്നാണ് വിളിക്കുക. ഈ ആൽഫ കാർബണിൻ്റെ മുകളിൽ ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കും. ഈ ആൽഫ ഹൈഡ്രജൻ ഹൈലി ആസിഡിക് ആയിരിക്കും. അപ്പോൾ ബേസിൻ്റെ പ്രസൻസിൽ ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? CH3 C ഡബിൾ ബോണ്ട് O CH2 മൈനസ്. ഇവിടെ ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആനയോൺ ഉണ്ടാവും. ഈ ആനയോൺ നമ്മൾ വിളിക്കുക ഇനോളേറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, കാർബണൈൽ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത കാർബണിൻ്റെ മുകളിൽ മൈനസ് ചാർജുള്ള സ്പീഷീസിനാണ് ഇനോളേറ്റ് എന്ന് വിളിക്കുക. ഈ ഇനോളേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഇനോളേറ്റിന് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. CH3 CO മൈനസ് ഡബിൾ ബോണ്ട് CH2 ഇതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റെസൊണൻസ് സ്ട്രക്ചർ. കാരണം എന്താണ്? ഇവിടെ ഓക്സിജൻ്റെ മുകളിലാണ് മൈനസ് ചാർജ് വരുന്നത്, ഇവിടെ കാർബണിൻ്റെ മുകളിലാണ്. നമുക്കറിയാം ഓക്സിജൻ്റെ മുകളിൽ മൈനസ് ചാർജ് വരുമ്പോഴാണ് സ്റ്റേബിൾ ആവുക. അപ്പോൾ ഇതാണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഇനോളേറ്റ് അയോൺ. ഇതാണ് ഇനോളേറ്റ് അയോൺ. അപ്പം എല്ലാ ആൽഡോൾ റിയാക്ഷനും ഈ ഇനോളേറ്റ് അയോൺ ഉണ്ടായതിനു ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഇനോളേറ്റ് അയോൺ ഉണ്ടായതിനു ശേഷം ഈ ഇനോളേറ്റ് അയോൺ എന്ത് ചെയ്യും? അടുത്ത അസിറ്റോൺ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യും. അതെങ്ങനെയാണ് നടക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ CH3 CO മൈനസ് ഡബിൾ ബോണ്ട് CH2 അടുത്ത അസിറ്റോൺ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യും. C ഡബിൾ ബോണ്ട് O CH3 ആയിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ഈ റിയാക്ഷൻ എങ്ങനെ നടക്കുക? ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് ന്യൂക്ലിയോഫൈൽ, ഇതാണ് ഇലക്ട്രോഫൈൽ. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈൽ റിയാക്ട് ചെയ്യുമ്പം ഈ ഓക്സിജനിലൂടെ ഇങ്ങനെയല്ല റിയാക്ഷൻ നടക്കുന്നത്. ഈ റിയാക്ഷൻ നടക്കുന്നത് കാർബണിലൂടെയാണ്. ഇങ്ങനെ വന്നിട്ട് കാർബണിലൂടെയാണ് അറ്റാക്ക് നടക്കുക. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനോളേറ്റ് ആണ് അറ്റാക്ക് ചെയ്യുമ്പോൾ കാർബണിലൂടെയാണ് റിയാക്ഷൻ നടക്കുക. അപ്പം CH3 C ഡബിൾ ബോണ്ട് O, ഞാൻ ഈ CH3 എഴുതി, ഈ C ഡബിൾ ബോണ്ട് ആയി, പിന്നെ ഈ CH2 ഉണ്ട്. ഈ CH2 ആരായിട്ടാണ് ബോണ്ടാക്കുന്നത്? O മൈനസ് ആവും. ഇവിടെ CH3, ഇവിടെ CH3 ആവും. അപ്പോൾ എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ തന്നെ മെക്കാനിക്സ് എഴുതി തന്നെ പഠിക്കുക. ഈ കേർവ്ഡ് ആരോസ് ഇടാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ കേർവ്ഡ് ആരോസ് ഇടുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഈ ആരോ ഇട്ടപ്പം ഞാൻ ഇങ്ങനെ എഴുതി, ഈ ആരോ ഇങ്ങനെ എഴുതി. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ ആരോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഇലക്ട്രോൺ എവിടെ നിന്ന് അങ്ങോട്ട് പോയി എന്നാണ് ഈ ആരോണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ എഴുതണം. എപ്പോഴും ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് തന്നെ എഴുതണം. ഓക്കെ, അത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ. അത് ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക? ഈ സിസ്റ്റം എന്ത് ചെയ്യും? H+ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇത് H+ ആയിട്ട് മാറും. അപ്പം നമുക്ക് കിട്ടുക CH3 C ഡബിൾ ബോണ്ട് O CH2 COH CH3 CH3 ആണ്. ഇതെന്താണ്? ഒരു ബേസിക് മീഡിയത്തിലാണുള്ളത്. NaOH ഈ മീഡിയത്തിലുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കാർബണൈൽ ഗ്രൂപ്പിൻ്റെ ആൽഫ ഹൈഡ്രജൻ അസിഡിക് ആയിരിക്കും. അപ്പോൾ ഈ ഹൈഡ്രജൻ കാർബണൈൽ ഗ്രൂപ്പിൻ്റെ ആൽഫ പൊസിഷനിലാണ്, ഈ OHൻ്റെ അടുത്താണ്, ഇതുകൊണ്ട് ഇത് അസിഡിക് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും അടുത്ത വാട്ടർ എലിമിനേഷൻ നടക്കും. വാട്ടർ എലിമിനേഷൻ നടക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? CH3 C ഡബിൾ ബോണ്ട് O CH ഡബിൾ ബോണ്ട് CH3 ആണ് കിട്ടുക.
ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ട്സ് എന്നാണ് നമ്മൾ പറയുക. അപ്പം എപ്പോഴും ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് ഇതായിരിക്കും. അപ്പോൾ പൊതുവേ നമ്മുടെ കുട്ടികൾക്കൊക്കെ, കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ചുമുള്ള കുട്ടികൾക്കൊക്കെ ഓർഗാനിക് കെമിസ്ട്രി വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് പറയുക. അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി ബുദ്ധിമുട്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആൽഡോൾ കണ്ടൻസേഷനോ അല്ലെങ്കിൽ ഏതൊരു റിയാക്ഷൻ പഠിക്കുകയാണെങ്കിലും നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടാണ് പഠിക്കുക. അതായത് ഈ ഒരു റിയാക്ഷനെ നമ്മൾ അസിറ്റോൺ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽഡോൾ കണ്ടൻസേഷനാണ് പഠിക്കുക. ശരിക്കും പറഞ്ഞാൽ ആൽഡോൾ കണ്ടൻസേഷനെ നിങ്ങൾ അങ്ങനെയല്ല പഠിക്കേണ്ടത്. ആൽഡോൾ കണ്ടൻസേഷൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ നമ്മൾ കണ്ട റിയാക്ഷൻസിനെ നമ്മൾ ഒന്നുകൂടി ഒന്ന് റീ അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ജനറലി വേറെ ഒരു റിയാക്ഷൻ കണ്ടാലും നമുക്കത് ആൽഡോൾ കണ്ടൻസേഷൻ ആണോ എന്ന് നമുക്ക് മനസ്സിലാവണം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട റിയാക്ഷൻ. ഈ റിയാക്ഷനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണ്ടത്? എങ്ങനെയാണ് നോക്കിക്കാണ്ടതെന്ന് വെച്ചാൽ, ഈ റിയാക്ഷൻ നോക്കിക്കോളൂ. ഇവിടെ കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. എങ്ങനെയാണ് ആൽഡോൾ കണ്ടൻസേഷനെ തിരിച്ചറിയുക? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ആൽഫ ഹൈഡ്രജൻ ഉള്ള ഒരു കാർബണൈൽ ഗ്രൂപ്പ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ആൽഫ ഹൈഡ്രജൻ ഉള്ള ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഇൻ പ്രസൻസ് ഓഫ് എ ബേസ്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് മാത്രമല്ല ബേസ്, ഏത് ബേസിൻ്റെ പ്രസൻസിലും ആൽഡോൾ കണ്ടൻസേഷൻ നടക്കും. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഉള്ള ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഇൻ പ്രസൻസ് ഓഫ് എ ബേസ് ആണ് ആൽഡോൾ കണ്ടൻസേഷൻ. അങ്ങനെയാണ് ആൽഡോൾ കണ്ടൻസേഷനെ നിങ്ങൾ കാണേണ്ടത്, അല്ലാതെ അസിറ്റോൺ സോഡിയം ഹൈഡ്രോക്സൈഡ് നല്ല കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൽഫ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ആൽഡിഹൈഡ് ആവാം, കീറ്റോൺ ആവാം. ആൽഫ ഹൈഡ്രജനുള്ള ഒരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഇൻ പ്രസൻസ് ഓഫ് എ ബേസ് ആണ് ആൽഡോൾ കണ്ടൻസേഷൻ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമുക്കൊന്നും, അതായത് വളരെ ബേസിക് ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്കൊന്നും അറിയാത്തൊരു കാര്യം എന്താണ്? ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബേസ് ഏതാണെന്ന് നമുക്കറിയില്ല. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ബേസുകളുണ്ട്. ആ ബേസുകളുടെ പേര് ഞാനൊന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ ബേസ് ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അപ്പം എന്തിനെയാണ് നമ്മൾ ആദ്യം ബേസ് എന്ന് വിളിക്കുന്നത് ഞാൻ പറയാം, അതിനുശേഷം ഞാൻ ഏതാ ബേസ് എന്ന് പറയാം. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മളൊരു സാധനത്തിനെ ബേസ് എന്ന് വിളിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഒരേ ഒരു റോളേ ഉള്ളൂ. ബേസ് എന്താ ചെയ്യുക? റിമൂവ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന സ്പീഷീസിനാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ബേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത്, ഇപ്പോൾ ഒരു മോളിക്യൂളിൽ കുറേ ഹൈഡ്രജൻ ഉണ്ടാവില്ലേ, ഏത് ഹൈഡ്രജനെയാണ് ഈ ബേസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അപ്പം ആദ്യം നമ്മൾ ഒരു റിയേജൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ബേസ് ആണെന്ന് തിരിച്ചറിയണം. ഇനി ബേസ് ആണെങ്കിൽ അതിൻ്റെ ഒരേ ഒരു റോളേ ഉള്ളൂ, ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നമ്മളെ മനസ്സിൽ വരേണ്ടത് ഏത് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം അസിഡിക് ഹൈഡ്രജൻ എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു കാർബണൈൽ ഗ്രൂപ്പിൻ്റെ ഈ ഹൈഡ്രജൻ അസിഡിക് ആണ്. എന്തുകൊണ്ടാണ് ഈ ഹൈഡ്രജൻ അസിഡിക് എന്ന് പറയുന്നത്? കാരണം അതിന് ഉത്തരം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ഏതാണ് അസിഡിക് ഹൈഡ്രജൻ നമുക്ക് എങ്ങനെ മനസ്സിലാവുക? ഇവിടെ ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ ഈ ഇലക്ട്രോൺ ഇങ്ങനെയാണ് പോവുക. അപ്പോൾ നമുക്ക് ഉണ്ടാവുക ഇതാണ് നമുക്കുണ്ടാവുന്ന ഇൻ്റർമീഡിയറ്റ്. ഈ ആനയോണിൻ്റെ സ്റ്റെബിലിറ്റിയാണ് ഇവിടെ ഈ ഹൈഡ്രജൻ അസിഡിക് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കാണാം, ഈ ആനയോൺ എന്താണ്? ഹൈലി സ്റ്റേബിൾ ആണ്. അതിന് റെസണൻസ് സ്ട്രക്ചർ ഉണ്ട്, O- ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ അത് ഏതെല്ലാം തരത്തിൽ സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്? ഒരു ഇൻ്റർമീഡിയറ്റ് എപ്പോഴാണ് സ്റ്റേബിൾ ആവുക? ആ ഇൻ്റർമീഡിയറ്റിൻ്റെ മുകളിലുള്ള, ഇപ്പോൾ ഇവിടെ എന്താണ്? ഒരു മൈനസ് ചാർജ് ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ മുകളിലുള്ള ഈ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി കുറയുമ്പോഴാണ് ആ ആനയോൺ സ്റ്റേബിൾ ആവുക. ഇത് ഏത് ഇൻ്റർമീഡിയറ്റ് ആണെങ്കിലും. ആനയോൺ ആണെങ്കിൽ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കുറയണം, കാറ്റയോൺ ആണെങ്കിൽ പോസിറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കുറയണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റെസണൻസ് വഴി ഈ കാർബണിൻ്റെ മുകളിലെ ഇൻറ്റൻസിറ്റി ചാർജിൻ്റെ ഡെൻസിറ്റി കുറയുന്നുണ്ട്. ഇനി ഇൻഡക്റ്റീവ് ഇഫക്റ്റ് നോക്കിക്കോളൂ. കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? -I ഗ്രൂപ്പാണ്. -I ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വലിക്കുന്ന ആളാണ്. അപ്പോൾ എന്താണ്? ഇതാണ് നമ്മുടെ ആനയോൺ. ഇപ്പം ഈ കാർബണൈൽ ഗ്രൂപ്പ് എന്താ ചെയ്യുക? ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ കാർബണിൻ്റെ മുകളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കുന്നുണ്ട് ഈ C ബോണ്ടോ. അപ്പോൾ റെസണൻസ് വഴിയും ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വഴിയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാർബണിൻ്റെ മുകളിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ആനയോൺ ഹൈലി സ്റ്റേബിൾ ആണ്.
അതുകൊണ്ടാണ് കാർബണൈൽ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത കാർബണിൻ്റെ മുകളിലുള്ള ഹൈഡ്രജൻ, അതായത് നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കും, ഈ ആൽഫ ഹൈഡ്രജൻ അസിഡിക് ആവാൻ കാരണം. അപ്പോൾ ഒരു ബേസ് വന്നു കഴിഞ്ഞാൽ കാർബണൈൽ ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്താ ചെയ്യുക? കാർബണൈൽ ഗ്രൂപ്പിൻ്റെ ആൽഫ ഹൈഡ്രജനെ റിമൂവ് ചെയ്യാണ് ഒരു ബേസ് ചെയ്യുക. ഇനി നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബേസുകൾ ഏതെല്ലാം നോക്കാം. ഒന്നാമത്തത് LDA ആണ്. രണ്ടാമത്തത് ട്രൈ ഈഥൈൽ അമീനാണ്, ട്രൈ ഈഥൈൽ അമീൻ. മൂന്നാമത്തത് NaOET അല്ലെങ്കിൽ NaOMe. ഓക്കെ, സോഡിയം തന്നെ വേണമെന്നില്ല, പൊട്ടാസ്യം ആയാലും, ഇപ്പം NaOETക്ക് പകരം KOET ആയാലും KOMe ആയാലും ഒക്കെ അത് ബേസാണ്. നാലാമത്തത് പൊട്ടാഷ്യം ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ്. അഞ്ചാമത്തത് DBU. ആറാമത്തത് DBN. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബേസുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും റിയേജൻസ് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ബേസ് ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇതിന് പുറമേ ഉണ്ട് പിന്നെ KH, NaH ഒക്കെ ബേസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. അപ്പം ഈ ബേസുകൾ കണ്ടാൽ അത് ബേസ് ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഈ റിയേജൻസ് ഒക്കെ ബേസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇത് ബേസ് ആണെന്ന് മനസ്സിലാക്കിയാൽ ഈ ബേസിന് ഒരേ ഒരു റോളേ ഉള്ളൂ, അതെന്താ ചെയ്യുക? അസിഡിക് ഹൈഡ്രജനെ റിമൂവ് ചെയ്യും. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ തന്ന റിയേജൻസിൽ ഏതാണ് ഹൈഡ്രജൻ അസിഡിക് ആയിട്ടുള്ളത് എന്ന് കണ്ടെത്തുക, അതിനെ റിമൂവ് ചെയ്യുക, അതിനെ ആനയോൺ ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയുടെ കാര്യം. അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നത് അൾഡോൾ കണ്ടൻസേഷനാണ്. അൾഡോൾ കണ്ടൻസേഷൻ മനസ്സിലാക്കേണ്ടത് അസിറ്റോൺ പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നല്ല. എന്താണ്? ആൽഫ ഹൈഡ്രജനുള്ള ഒരു കാർബണൈൽ ഗ്രൂപ്പ്, ആൽഫ ഹൈഡ്രജനുള്ള കീറ്റോണോ ആൽഡിഹൈഡോ ഇൻ പ്രസൻസ് ഓഫ് ദീസ് ബേസസ്. നമ്മളിപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ എന്താ പറയുക നമ്മൾ അൾഡോൾ കണ്ടൻസേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഞാനിവിടെ ബേസ് ആണെന്ന് എഴുതിയിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് പ്യുവർ ബേസ് എന്ന് പറയാൻ പറ്റില്ല. അതിനെപ്പറ്റി നമുക്ക് പിന്നെ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യാം. സോഡിയം ഹൈഡ്രോക്സൈഡ് വന്നാലും ബേസ് ആയിട്ട് തൽക്കാലം നമുക്ക് കൺസിഡർ ചെയ്യാം ഈ കേസിൽ. അപ്പോൾ എന്താണ് നിങ്ങൾ എടുക്കേണ്ടത്? കാർബണൈൽ ആൽഫ ഹൈഡ്രജനുള്ള ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഇൻ പ്രസൻസ് ഓഫ് ബേസ് ആണ് അൾഡോൾ കണ്ടൻസേഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ നോക്കിയൂ. ഇവിടെ ഒരു ആൽഡിഹൈഡ് ആണ്, ഇതിന് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇതെന്താണ് തന്നിരിക്കുന്നത്? ബേസ് ആണ്. ഇവിടെ ഇതും ആൾഡോൾ റിയാക്ഷൻ ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് മാത്രമല്ല ആൾഡോൾ റിയാക്ഷൻ, ഇതും ആൾഡോൾ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? സോഡിയം എത്തോക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് ബേസ് ആണ്. ബേസ് എന്ത് ചെയ്യും? ഈ ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്താ കിട്ടുക? ഇത് രണ്ടും റിയാക്ട് ചെയ്തിട്ട് നമുക്ക് CH3 CH C ഡബിൾ ബോണ്ട് OH കിട്ടും. ഈ ഇനോളൈറ്റ് അയോൺ ഇങ്ങനെ നിൽക്കും. അപ്പം നമുക്ക് ഉണ്ടാവുക CH3 C ഡബിൾ ബോണ്ട് CO മൈനസ് H. ഇതെന്ത് ചെയ്യും? അടുത്ത ഈ മോളിക്കുളായിട്ട് റിയാക്ട് ചെയ്യും. CH3 CH2 C ഡബിൾ ബോണ്ട് OH ആയിട്ട് റിയാക്ട് ചെയ്യും. ഇത് തിരിച്ചു വരുമ്പം ഇത് ഇവിടെ വഴി ഇവിടെ അറ്റാക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകും. അപ്പം നമുക്ക് കിട്ടുക ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. CH3 CH C ഡബിൾ ബോണ്ട് OH അവിടെ ഉണ്ടാവും. ഇതെന്തായിട്ട് റിയാക്ട് ചെയ്ത്? ഈ കാർബണേറ്റ് ബോണ്ട് ഒക്കെ അല്ലേ. അപ്പം O മൈനസ് ഇവിടെ എന്തുണ്ട്? H ഉണ്ട്. ഇവിടെ എന്തുണ്ടാവും? CH2 CH3 ഉണ്ടാവും. റെഡിയാണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ സോൾവെൻറ്റിൽ നിന്ന് പ്രോട്ടോൺ എടുക്കും. അപ്പം നമുക്ക് കിട്ടുക CH3 CH C ഡബിൾ ബോണ്ട് OH വരും. ഇതെന്ത് വരും? CHOH CH2 CH3 വരും. അടുത്ത സ്റ്റെപ്പിൽ ബേസ് ആണ്, വീണ്ടും NaOET ആണ്. എന്ത് ചെയ്യും? ഈ ഹൈഡ്രജനും ഇവിടെയുള്ള ഹൈഡ്രജനാണ് എടുക്കുന്നത്. ഈ ഹൈഡ്രജനും ഈ OH ആണ് പോവുക. അപ്പം നമുക്ക് എന്താ കിട്ടുക? CH3 C ഡബിൾ ബോണ്ട് OH ഡബിൾ ബോണ്ട് CH CH2 CH3 കിട്ടും. ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആൾഡോൾ റിയാക്ഷൻ എഴുതേണ്ടത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തായി നമുക്ക് ഈ റിയാക്ഷൻ എങ്ങനെ ആൾഡോൾ എന്നുള്ള പേര് വന്നു നമുക്ക് നോക്കാം.
അതിന് ഒരു രസകരമായ ഒരു കാരണമുണ്ട് അതിൻ്റെ പുറകിൽ. അതിനുള്ള കാരണമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ മോളിക്യൂൾ എടുക്കുന്നു. ഇതാണ് നമ്മുടെ മോളിക്യൂൾ. ഇവിടെ നമ്മൾ ബേസ് വെക്കുന്നു വിചാരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ അസിറ്റാൽഡിഹൈഡാണ് മോളിക്യൂള്. അപ്പോൾ എന്താ വരിക, ഇതിൽ ഇവിടെ CH3 ഉണ്ട്. അപ്പോൾ ബേസ് വന്നിട്ട് ഇവിടെയുള്ള കാർബണൈൽ ഡബിൾ ബോണ്ട് OH CH2 മൈനസ് ആവും അല്ലേ? ഇതല്ലേ നമുക്ക് ഉണ്ടാവുക. ഇത് ഇനോളായിട്ട് അയണായിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക CH2 ഡബിൾ ബോണ്ട് CO മൈനസ് H എന്ന് വരും. ഇതെന്ത് ചെയ്യും, അടുത്ത മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യും. ഇത് C ഡബിൾ ബോണ്ട് OH CH3 ആയിട്ട് റിയാക്ട് ചെയ്യും. ഇത് തിരിച്ചു വരുമ്പോൾ ഇതിവിടെ അറ്റാക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ പോകും. ഓക്കെ, അപ്പം നമുക്ക് എന്താ കിട്ടുക, ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഡബിൾ ബോണ്ട് OH ഉണ്ടാവും, ഇത് CH2 ഉണ്ടാവും, ഇതെന്താ വരിക OH H CH3 ഉണ്ടാവും അല്ലേ? ഇവിടെ ഞാനൊരു സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് O മൈനസ് ആയതിനു ശേഷമാണ് OH ആവുക. അപ്പം നിങ്ങൾക്കത് മനസ്സിലായി ഉണ്ടാവും. അപ്പോൾ ഈ മോളിക്യൂളിനാണ് ആൽഡോൾ എന്ന് വിളിക്കുന്നത്. ഇതാണ് ആൽഡോൾ. അപ്പം ഈ മോളിക്യൂള് ഈ ഒരു റിയാക്ഷൻ്റെ മുകളിൽ ഇതാണ് തുടക്കത്തിൽ ആൽഡോൾ റിയാക്ഷൻ നടത്തിയൊരു മോളിക്യൂളാണ്. അതിൻ്റെ അകത്ത് നിന്ന് ഈ മോളിക്യൂൾ ഉണ്ടാകുന്ന സമയത്ത് ഈ മോളിക്യൂളിൻ്റെ പേരാണ് ആൽഡോൾ. ഈ മോളിക്യൂൾ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ റിയാക്ഷന് ആൽഡോൾ റിയാക്ഷൻ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് ആൽഡോൾ റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൽഡോൾ റിയാക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആൽഡോൾ റിയാക്ഷൻ്റെ മറ്റ് പ്രത്യേകതകളും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൺസിമെട്രിക്കൽ കീറ്റോൺ ആണ്. അപ്പോൾ അൺസിമെട്രിക്കൽ കീറ്റോൺ വന്നു കഴിഞ്ഞാൽ ബേസിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ അൺസിമെട്രിക്കൽ കീറ്റോൺ എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെയും ഒരു ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവും, ഇവിടെയും ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പം രണ്ട് അസിഡിക് ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഏതാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനിലെ പ്രത്യേകത. അപ്പോൾ ആൽഡോൾ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലെസ് ഹിൻഡേർഡ് ആയിട്ടുള്ള, ഇപ്പോൾ രണ്ട് ആൽഫ ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നതും ഇവിടെ ബി എന്ന് പറയുന്നതുമായിട്ടുള്ള രണ്ട് ആൽഫ ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ ലെസ് സ്റ്റെറിക്കലി ഹിൻഡേർഡ് ആയിട്ടുള്ള ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ടാണ് നിങ്ങൾ ആൽഡോൾ റിയാക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ കൈനറ്റിക് പ്രൊഡക്റ്റ്, തെർമോഡൈനാമിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ എന്താണ് കൈനറ്റിക് പ്രൊഡക്റ്റ്, തെർമോഡൈനാമിക് പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറയാം. അപ്പോൾ NaOH വന്നു, ബേസ് വന്നു. ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നതായിട്ടുള്ള രണ്ട് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കാം. എ ആണ് റിമൂവ് ചെയ്യപ്പെടുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് മോളിക്യൂൾ ഉണ്ടാവുക. ഡബിൾ ബോണ്ട് O മൈനസ് ഇവിടെ ഉണ്ടാവും. റെഡി? ഇത് എ എന്ന് പറയുന്ന ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്താലാണ്. അപ്പോൾ ഇതിൻ്റെ ഇനോളൈറ്റ് അയോൺ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് O മൈനസ് ഇങ്ങനെ വരും. ഇനി ബി എന്ന് പറയുന്നതാണ് ഉണ്ടാവുന്നതെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഈ ഹൈഡ്രജനാണ് റിമൂവ് ചെയ്യപ്പെടുക. അപ്പോൾ ഇങ്ങനെയാണ് ഇനോളൈറ്റ് അയോൺ ഉണ്ടാവുക. അതിനെ റെസൊണൻസ് സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടും. ഇത് എ എന്ന് പറയുന്ന ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് കിട്ടിയ ഇനോളൈറ്റ് അയോണാണ്. ഇത് ബി എന്ന് പറയുന്ന ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് കിട്ടുന്ന ഇനോളൈറ്റ് അയോണാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡബിൾ ബോണ്ടാണ്, ഇത് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡബിൾ ബോണ്ടാണ് എന്ന് കാണാൻ പറ്റും. അതായത് തെർമോഡൈനാമിക്കലി മോർ സ്റ്റേബിൾ ആയിട്ടുണ്ടാവുക മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡബിൾ ബോണ്ടാണ്. നമുക്കറിയാം സെയ്റ്റ്സ് ഓഫ് റൂൾ ഒക്കെ എങ്ങനെയാണ് പറയുന്നത്, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡബിൾ ബോണ്ട് ഈസ് മോർ സ്റ്റേബിൾ എന്നാണ്. അപ്പോൾ തെർമോഡൈനാമിക്കലി ഇതാണ് സ്റ്റേബിൾ, ഇത് തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ ആണ്. ഇനി ഇത് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആണ് എങ്കിലും ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് അടുത്ത സ്റ്റെപ്പ് ആൽഡോൾ കണ്ടൻസേഷൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇത് അടുത്ത മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ഇത് മാത്രം എടുത്തൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ എ ഇങ്ങനെയാണ്, ബി ഇങ്ങനെയാണ്. തെർമോഡൈനാമിക്കലി ബി ആണ് സ്റ്റേബിൾ. പക്ഷേ ഇനി അടുത്ത മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെയാണല്ലോ. ഈ ഇനോളായിട്ട് വേണം എന്ത് ചെയ്യണം, ഇത് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ പോകണം അല്ലേ? ഇവിടെ അറ്റാക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകണം.
ഇതിൻ്റെ കേസിലാണെങ്കിലും അതേപോലെ തന്നെ അടുത്ത മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കാൻ എളുപ്പം ആർക്കാണ്? ഇത് എക്കാണ്. ബി ആണ് തെർമോഡൈനാമിക്കലി മോർ സ്റ്റേബിൾ. ഇതാണ് തെർമൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ബി ആണ്. പക്ഷേ റിയാക്ഷനിൽ പങ്കെടുക്കാൻ എളുപ്പം എക്കാണ്. കാരണം എന്താണ്? ഇത് ഈ ഭാഗത്തൂടെ ലെസ് സ്റ്റെറിക്കലി ഹിൻഡഡ് ആയിട്ടുള്ള കാർബണിലൂടെയാണ് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? മോർ സ്റ്റെറിക്കലി ഹിൻഡഡ് ആയിട്ടുള്ള കാർബണിലൂടെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എന്താണ്? തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ളത് ബി ആണ് എങ്കിലും കൈനറ്റിക്കലി റിയാക്ഷനിൽ പങ്കെടുക്കാൻ എളുപ്പം എക്കാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? കൈനറ്റിക് പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? തെർമോഡൈനാമിക് പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? ഇതാണ് കൈനറ്റിക് പ്രൊഡക്റ്റും തെർമോഡൈനാമിക് പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. സ്റ്റേബിൾ ആയിട്ടുള്ളത് ബി ആണ് എങ്കിലും, തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ളത് ബി ആണ് എങ്കിലും കൈനറ്റിക്കലി എളുപ്പം റിയാക്ഷൻ നടക്കാൻ എളുപ്പം എന്താണ്? ഈ എ ആണ്. റെഡിയാണല്ലോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൈനറ്റിക് പ്രൊഡക്റ്റ് എന്നും ഇതിനെ തെർമോഡൈനാമിക് പ്രൊഡക്റ്റ് എന്നും വിളിക്കുന്നത്. അപ്പം നോർമലി ആൽഡോൾ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ഇത് ഏതാണ് കൈനറ്റിക് പ്രൊഡക്റ്റ് ആണോ തെർമോഡൈനാമിക് പ്രൊഡക്റ്റ് ആണോ മേജർ പ്രൊഡക്റ്റ് എന്ന് ഉണ്ടാവുന്നത് തീരുമാനിക്കുന്നത് അത് ബേസിൻ്റെ നാച്ചർ കൂടി വെച്ചിട്ടാണ്. അപ്പം നോർമലി നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി. നോർമലി ആൽഡോൾ കൺസേഷൻ നടക്കുമ്പോൾ കൈനറ്റിക് പ്രൊഡക്റ്റ് ആണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ലെസ് ഹിൻഡഡ് ആയിട്ടുള്ള കാർബണിലൂടെ അറ്റാക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുക. അത് ചില ബേസുകളൊക്കെ വരുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെൻറ്റ് വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഒരു 90% കേസിലും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ മോളിക്യൂളിൻ്റെ കേസിലാണെങ്കിൽ ലെസ് ഹിൻഡേഡ് സൈറ്റിൽ കൈനറ്റിക് പ്രൊഡക്റ്റ് ആണ് മേജർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ലെസ് ഹിൻഡേഡ് ആയിട്ടുള്ള സ്ഥലത്തൂടെയാണ് അറ്റാക്ക് നടക്കുന്നത്. അപ്പം നമുക്ക് എന്താ വരിക? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ഓ, ഇവിടെയുള്ള ഹൈഡ്രജനെയാണ് ബേസ് റിമൂവ് ചെയ്യുക. ഇവിടെയുള്ള ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇനോളേറ്റ് അയോൺ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഇനോളേറ്റ് അയോൺ ഉണ്ടാവും. ഈ ഇനോളേറ്റ് അയോൺ എന്ത് ചെയ്യും? അടുത്ത മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവും? ഇപ്പം ഞാൻ ഈ മോളിക്യൂൾ ഇങ്ങനെ തന്നെ എഴുതട്ടെ. O മൈനസ് ഇവിടെ എന്താ വരിക? ഈ കാർബൺ വരും, അല്ലേ? ഈ കാർബണാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ കാർബണാണിത്. ഇനി ഇതിൻ്റെ മുകളിൽ ഇത് ഓൾറെഡി നമ്മൾ ഈ കാർബൺ ഇവിടെ വരച്ചു. 1 2 3 കാർബൺ വരയ്ക്കണം. 1 2 3 കാർബൺ വരച്ചു. ഓക്കെ, തൊട്ടടുത്ത കാർബണിൻ്റെ മുകളിൽ ഒരു ഡബിൾ ബോണ്ട് ഓ ഉണ്ട്, അല്ലേ? അപ്പം ഇങ്ങനെ വരും പ്രൊഡക്റ്റ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കും? ഇത് OH ആവും. ഇവിടെ ഇങ്ങനെ വരും. ഇനി OH ഇവിടെയുള്ള ഹൈഡ്രജനും ഈ OHും കൂടി എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. റെഡിയാണല്ലോ? അപ്പം ഞാൻ ഈ പ്രൊഡക്റ്റ് ഇവിടേക്ക് എഴുതാം. അപ്പം എന്താ വരിക? ഇവിടെ ഡബിൾ ബോണ്ട് ഇങ്ങനെ വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. റെഡിയാണല്ലോ? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ലെസ് ഹിൻഡേഡ് സൈറ്റിലൂടെയാണ്. ഇങ്ങനെ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള കീറ്റോൺ ആണെങ്കിൽ ലെസ് ഹിൻഡേഡ് ആയിട്ടുള്ള കാർബണിലൂടെയാണ് ആൽഡോൾ റിയാക്ഷൻ്റെ മേജർ പ്രൊഡക്റ്റ് തരിക. അതിനാണ് നമ്മൾ കൈനറ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുക. അടുത്ത ആൽഡോൾ റിയാക്ഷൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് മിക്സ്ഡ് ആൽഡോൾ റിയാക്ഷനാണ്. മിക്സ്ഡ് ആൽഡോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ആൽഡിഹൈഡും ഒരു കീറ്റോണും ഉണ്ടാവും. നേരത്തെ നമ്മളിതൊക്കെ ഒരു മോളിക്യൂള് അതിനെ വേറൊരു മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. ഇതങ്ങനെയല്ല, 2 വേറെ വേറെ മോളിക്യൂൾ തരും. എന്നിട്ട് നമ്മൾ ആൽഡോൾ റിയാക്ഷൻ ചെയ്യേണ്ടി വരും. മിക്കവാറും ഒരു ആൽഡിഹൈഡും ഒരു കീറ്റോൺ ആയിരിക്കും തരിക. അപ്പോൾ ബേസിൻ്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുക? LDA തന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ വരിക? ഇവിടെ PHCH ആണ്, ബെൻസീനാണ്, ബെൻസാൽഡിഹൈഡാണ് തന്നിരിക്കുന്നത്. ഇപ്പം ബെൻസാൽഡിഹൈഡിന് ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവില്ല. ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക, C ഡബിൾ ബോണ്ട് OH ഉണ്ടാവുക. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഇല്ല ഇതിൽ, ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാവില്ല. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഉള്ളത് ഇവിടെ മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയുള്ള ഹൈഡ്രജൻ എടുക്കാം. ഈ ഹൈഡ്രജൻ എടുത്തിട്ട് ബേസ് വന്നിട്ട് ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് ഇത് പോയി ഇവിടെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, ഒരു കീറ്റോണും ഒരു ആൽഡിഹൈഡിൻ്റെ ഇടയിൽ നടക്കുന്ന റിയാക്ഷനാണ് നമ്മൾ മിക്സ്ഡ് ആൽഡോൾ എന്ന് പറയുക. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? CO - H ഇത് വരും, അല്ലേ? അപ്പം
അടുത്തത് ഈ കാർബൺ CH2, പിന്നെന്താണ് ഒരു C ഡബിൾ ബോണ്ടോ CH3 വരും, ഇത് OH ആവും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ബേസിൻ്റെ പ്രസൻസിൽ LD ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഹൈഡ്രജനും ഇതും കൂടി റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുക ഇങ്ങനെയായിരിക്കും പ്രൊഡക്റ്റ് കിട്ടുക. CH ഡബിൾ ബോണ്ട് CH, C ഡബിൾ ബോണ്ടോ CH3 കിട്ടും. ഇങ്ങനെ കിട്ടും പ്രൊഡക്റ്റ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, മിക്സ്ഡ് ആൽഡോൾ റിയാക്ഷൻ എന്ന് വിളിക്കുക. അടുത്ത നമുക്ക് പറയാനുള്ളത് ഇൻട്രാമോളിക്കുലർ ആൽഡോൾ റിയാക്ഷനാണ്. ഇൻട്രാമോളിക്കുലർ ആൽഡോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ട് ഞാൻ ഇവിടെയുള്ള ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് ഇതിന് ആനിയോൺ ആക്കുന്നു. ഈ ആനിയോൺ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകും പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു സൈക്ലൈസേഷനാണ് നടക്കുക. സൈക്ലൈസേഷൻ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പർ ചെയ്യുക 1, 2, 3, 4, 5. ഒരു 5 മെമ്പേർഡ് റിംഗ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ 5 മെമ്പേർഡ് റിംഗ് ഇവിടെ വരയ്ക്കുക. റെഡി. ഇനി 5 മെമ്പേർഡ് റിംഗ് വരച്ചിട്ട് നമ്മൾ ഇവിടെ കൊടുത്ത പോലെ തന്നെ ഒരു നമ്പർ കൊടുക്കുക, 1, 2, 3, 4, 5 കൊടുക്കുക. ഇനി എന്താണ്, 1ഉം 5ഉം തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 5ൽ എന്താ ഉള്ളത്, 5ൽ ഇപ്പോൾ ഇത് പോകുമ്പോൾ ഈ ഓക്സിജൻ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല, ഓക്സിജൻ്റെ മുകളിലേക്ക് O- ആയിട്ടുണ്ട്. പിന്നെ ഒരു CH3 ഉണ്ട്. 5ൽ ഒരു CH3 ഉണ്ട്, ഒരു O- ഉണ്ട്. ഇനി 2ൽ എന്തുണ്ട്, ഒരു ഡബിൾ ബോണ്ട് O ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ വരയ്ക്കേണ്ടത്. സൈക്ലൈസേഷൻ നടന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ നമ്മൾ പറഞ്ഞത്, ഇത് OH ആവും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ LD ആണ് ബേസ് തന്നിരിക്കുന്നത്. എന്ത് ചെയ്യും, ഇവിടെയുള്ള ഹൈഡ്രജൻ, ഇതിൻ്റെ ആൽഫ ഹൈഡ്രജനും ഈ OHും കൂടി എലിമിനേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എന്താ കിട്ടുക, പ്രൊഡക്റ്റ് ഡബിൾ ബോണ്ട് O CH3 ഇങ്ങനെ കിട്ടും. ഓക്കെ ആണല്ലോ, റെഡി. അപ്പോൾ നിങ്ങൾ ഈ ഇൻട്രാമോളിക്കുലർ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളും കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ എന്താ എടുത്തത്, ഈ ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യാണ് ചെയ്തത്. ഇനി വേറൊരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്, ഈ ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് 1, 2, 3 ഒരു 3 മെമ്പേർഡ് സൈക്ലിക് റിംഗ് ആണ് ഉണ്ടാവുക. അപ്പം 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആൽഡോൾ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ലെസ് ഹിൻഡേർഡ് ആയിട്ടുള്ള ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ട് വേണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് തന്നെയല്ലേ എടുക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇവിടെയും എന്താണ്, ഈ ആൽഫ ഹൈഡ്രജൻ എടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഇൻട്രാമോളിക്കുലർ ആൽഡോൾ റിയാക്ഷൻ നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഈ ലെസ് ഹിൻഡേർഡ് ആയിട്ടുള്ള ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ടാണ് റിയാക്ഷൻ നടത്തേണ്ടത് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ഒരു വയലേഷൻ ഉണ്ട്. കാരണം എന്താണ്, ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് സൈക്ലിക് പ്രൊഡക്റ്റാണ്. ഇങ്ങനെ സൈക്ലിക് പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, സൈക്ലിക് പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ ഈ സൈക്ലിക് സിസ്റ്റത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ സൈക്കിളിൻ്റെ സ്റ്റെബിലിറ്റിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള റിംഗ് ഏതാണോ അതാണ് ഉണ്ടാവുക. അപ്പോൾ സൈക്കിളിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, 6 മെമ്പേർഡ് റിംഗ് ആണ് ഏറ്റവും സ്റ്റേബിൾ, പിന്നെ 5 മെമ്പേർഡ് വരും, പിന്നെ 7 മെമ്പേർഡ് വരും, പിന്നെ 3 മെമ്പേർഡ് വരും, പിന്നെ 4 മെമ്പേർഡ് വരും. ഇങ്ങനെയാണ് നമ്മൾ റിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സൈക്ലിക് പ്രോഡക്റ്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ ഈ ആനയോൻ്റെ സ്റ്റെബിലിറ്റിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ്, ഈ റിങ്ങിൻ്റെ സ്റ്റെബിലിറ്റിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് ലെസ് ഹിൻഡേർഡ് ആണ് എന്ന് നോക്കിയിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ എന്താണ്, ഇവിടെ 3 മെമ്പേർഡ് റിംഗ് ആണ്, ഇതെടുത്താൽ 3 മെമ്പേർഡ് റിംഗ് ഉണ്ടാവുക, ഇതെടുത്താൽ 5 മെമ്പേർഡ് റിംഗ് ഉണ്ടാവുക. അതുകൊണ്ട് 5 മെമ്പേർഡ് റിംഗ് ആണ് കൂടുതൽ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് ചെയ്തത്. ഓക്കെ, അല്ലാതെ എന്തല്ല, ഇത് ലെസ് ഹിൻഡേർഡ് ആയതുകൊണ്ടല്ല. ഞാനൊരു പ്രോബ്ലം കൂടി ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പം നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കിയേ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 1, 2, 3, 4, 5, 6, 7 മെമ്പേർഡ് റിംഗ് ഉണ്ടാവുക. ഓക്കെ, 7 മെമ്പേർഡ് റിംഗ് ഉണ്ടാവുക. ഇനി ഈ ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലോ 1, 2, 3, 4, 5 മെമ്പേർഡ് റിംഗ് ഉണ്ടാവുക ഇവിടെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ 7 മെമ്പേർഡിനേക്കാളും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് 5 മെമ്പേർഡാണ്.
അപ്പോൾ 5 മെമ്പേർഡ് ഉണ്ടാകുന്ന രീതിയിൽ വേണം റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഇത് 5 മെമ്പേർഡ് റിംഗ് ആണ് ഉണ്ടാക്കുക. 5 മെമ്പേർഡ് റിംഗ് വരയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 2 3 4 5 നമ്പർ ഇടുക. അപ്പോൾ 5ൽ ഇത് 1ൽ എന്താ ഉള്ളത്? 1ൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അല്ലേ, ഇങ്ങനെ ഒരു സാധനമുണ്ട്. 5ൽ എന്താ ഉള്ളത്? ഒരു O- ഉണ്ട്, ഒരു CH3 ഉണ്ട്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും? ഇത് OH ആവും. അടുത്ത സ്റ്റെപ്പിൽ ഇതിപ്പം ബേസ് ഉണ്ട് കേട്ടോ, LDA ആണെങ്കിൽ എന്താ വരിക? ഇവിടെയുള്ള ഹൈഡ്രജനും ഇതും കൂടി എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇൻട്രാമോളിക്കുലർ ആൽഡോൾ കണ്ടൻസേഷൻ നടത്തേണ്ടത്. ഇൻട്രാമോളിക്കുലർ ആൽഡോൾ കണ്ടൻസേഷൻ നടത്തുമ്പോൾ റിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ റിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ആനയോൻ്റെ സ്റ്റെബിലിറ്റിക്കല്ല, റിങ്ങിൻ്റെ സ്റ്റെബിലിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തായിട്ട് നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ആൽഡോൾ റിയാക്ഷൻ നോക്കാം. ഇത് കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡിഗ്രി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വേണ്ടി വരില്ല, MSc ടോപ്പിക്കാണ്. ഡിഗ്രി സ്റ്റുഡൻസിന് ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ആൽഡോൾ റിയാക്ഷൻ്റെ പ്രോബ്ലം സോൾവിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് അത് കാണാവുന്നതാണ്. ഇനി താല്പര്യമുള്ള ആൾക്കാർക്ക് ഡിഗ്രി ആണെങ്കിലും കാണുകയും ചെയ്യാം. നമുക്ക് ഇതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ആൽഡോൾ റിയാക്ഷൻ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ LDA ആണ് തന്നിരിക്കുന്നത്. LDA എന്ത് ചെയ്യും? ആൽഫ ഹൈഡ്രജൻ ഇവിടെ മാത്രമേ ഹൈഡ്രജൻ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഇനോളേറ്റ് അയൺ ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? O- ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്, ഇവിടെ ഡബിൾ ബോണ്ട് ആയി. ഓക്കെ, അപ്പം ഈ ഇനോളൈറ്റ് അയോണിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി എന്താണ്? എങ്ങനെയാണ് നമ്മൾ പറയുക? ഇതിന് നമ്മൾ EZ നോമൻക്ലേച്ചർ പറയില്ലേ? EZ എങ്ങനെയാണ് പറയുക? ഇതിൽ നമ്മൾ ഇവിടെ ഇപ്പം ഹൈഡ്രജൻ ഉണ്ടാവുക, ഇത് ഹൈഡ്രജൻ, ഇത് CH3 എങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക? ഒരു കാർബണിൻ്റെ മുകളിൽ രണ്ട് ഗ്രൂപ്പിനും 1 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിന് ഓക്സിജനാണ് ആറ്റമിക് നമ്പർ കൂടുതൽ, അതുകൊണ്ട് ഇത് 1 കൊടുക്കുക. ഇത് കാർബണാണ് 2 എന്ന് കൊടുക്കുക. ഇനി ഈ കേസിലോ ഇത് 1ഉം ഇത് 2ഉം വരും. അപ്പോൾ 1 അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ Z ഇനോളൈറ്റ് എന്നാണ് വിളിക്കുക. ഇത് Z ആണ്. ഇനി ഈ കേസിലാണെങ്കിൽ എന്താ വരിക? ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇവിടെ ഉണ്ടാവും, ഇത് ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? O- ഇങ്ങനെ വരും. ഇനി ഇവിടെ പേര് കൊടുത്ത് നിങ്ങൾ നോക്കൂ, ഇത് 1 വരും, ഇത് 2 വരും, ഇത് ഇവിടെയാണ് 1 വരുന്നത്, ഇത് 1ഉം 2ഉം. അപ്പം 1ഉം 1ഉം ഓപ്പോസിറ്റ് ആണ്, 2ഉം 2 ഓപ്പോസിറ്റ് ആണ്. ഇത് നമ്മൾ ഇനോളേറ്റ് എന്നാണ് വിളിക്കുക. അപ്പം ഒന്ന് കിട്ടിയിരിക്കുന്നത് ഇനോളേറ്റ് ആണ്, മറ്റേത് Z ഇനോളേറ്റ് ആണ്. ഇനി ഇതാണ് നമ്മൾ അടുത്ത റിയാജൻ്റ് ഇവിടെ തന്നിട്ടുണ്ട്, PHCH ആണ്. PHCH ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് തിരിച്ച് വന്നിട്ട് ഇത് ഇങ്ങനെ പോയി ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെ വന്നു, ഇത് ഡബിൾ ബോണ്ട് O, ഇത് ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. ഇനി പറയുമ്പോൾ ശ്രദ്ധിച്ചോളെ. ഇനി ഇവിടെ ഞാൻ PH വരയ്ക്കുന്നു, ഇവിടെ എന്തുണ്ടാവും? OH ഉണ്ടാവും. ഇവിടെ നമുക്ക് ഇവിടെ OH, ഇവിടെ CH3. ഓക്കെ, നോക്കൂ ഇവിടെ എങ്ങനെയാണ് കിട്ടുക? ഇവിടെ ഒരു CH3 ഉണ്ടാവും, ഇവിടെ OH ഉണ്ടാവും അല്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെയും സ്റ്റീരിയോ കെമിസ്ട്രി നമുക്ക് Z ഇനോളൈറ്റ് ആണെങ്കിൽ Z എന്ന് പറയുന്നത് സിസിന് ഈക്വലൻ്റ് ആണ് നമ്മൾ Z എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയും സ്റ്റീരിയോ കെമിസ്ട്രി സെയിം ആയിരിക്കും. ഈ CH3യുടെയും OH-ൻ്റെയും സ്റ്റീരിയോ കെമിസ്ട്രി സെയിം ആയിരിക്കും. Z ഇനോളൈറ്റ് ആണെങ്കിൽ ഉണ്ടാവുന്നതെങ്കിൽ ഈ OH-ൻ്റെയും ഇതിൻ്റെയും സ്റ്റീരിയോ കെമിസ്ട്രി സെയിം ആയിരിക്കും. ഈ ഇനോളൈറ്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ എങ്ങനെയാണ് വരിക? ഈ ഇനോളൈറ്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതും ഇതേപോലെ തന്നെ PHCH ആയിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് തിരിച്ചു വരുമ്പം O- തിരിച്ചു വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്ത് ഇങ്ങനെ പോകണം. അപ്പം എന്താ വരിക? ഇവിടെ നമ്മൾ ഇപ്പം ചെയ്ത പോലെ അതേപോലെ തന്നെ ഇവിടെ വരുന്നു, ഡബിൾ ബോണ്ട് O ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ PH, ഇത് OH, ഇത് OH ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്താ വരിക? ഇവിടെ ഇതിൻ്റെയും സ്റ്റീരിയോ കെമിസ്ട്രി ഇതെന്താണ്? ഇത് ബിലോ ദി പ്ലെയിൻ ആണെങ്കിൽ ഇത് അബോവ് ദി പ്ലെയിൻ ആണ്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനോളേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി എന്തായിരിക്കും? ആയിരിക്കും, അതായത് ട്രാൻസ്പോസിഷനിലായിരിക്കും.
അപ്പോൾ ഇങ്ങനെയാണ് ഇനോൾ അതായത് ആൾഡോൾ കൺസെഷൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി നമ്മൾ പറയേണ്ടത്. അതായത് ഉണ്ടാവുന്ന ഇനോളേറ്റ് അയോണിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി എന്താണോ അത് തന്നെയായിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഇവിടെ Z ആണ് ഇനോളേറ്റ് ഉണ്ടാവുന്നതെങ്കിൽ സിസ് പ്രൊഡക്റ്റും E ആണ് ഇനോളേറ്റ് ഉണ്ടാവുന്നത് അത് ട്രാൻസ് പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ ഇനോളേറ്റ് അയോണിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി പറയുന്നത്. റെഡിയാണല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ റെഫർ ചെയ്തിരിക്കുന്ന ബുക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ ഐഡിയാസ് ഒക്കെ ഉള്ളത് ക്ലെയ്ഡൻ എന്ന് പറയുന്ന ബുക്കാണ്. ഓർഗാനിക് കെമിസ്ട്രിക്ക് ഏറ്റവും വായിക്കാൻ രസകരമായിട്ടുള്ള ബുക്കാണ് ക്ലെയ്ഡൻ സംഘടിപ്പിച്ച് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഈ 2 ബുക്കുകളാണ് റെഫർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ക്ലെയ്ഡനും ഒന്ന് ROC നോർമാൻ. അപ്പം ഓർഗാനിക് കെമിസ്ട്രിയുടെ 2 ബുക്കുകളാണ് നോർമാനും ക്ലെയ്ഡനും വായിച്ചാണ് ഞാൻ ഈ മൊത്തം വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഏത് പേജുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിലത്തെ സ്ലൈഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ആ പേജുകൾ റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ജാമിനും CSIR-നൊക്കെ പ്രീവിയസ് ഇയറിൽ വന്ന അൾഡോൾ കൺസെഷനായിട്ട് ബന്ധപ്പെട്ട് 1-2 പ്രോബ്ലംസ് കൂടി ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് അതിഗംഭീര ചോദ്യമാണ്. കാരണം ഇതിൽ നമുക്ക് എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. എല്ലാ പോസിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റും അവർ ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് പോസിബിളാണ്. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിവിടെ അറ്റാക്ക് ചെയ്യാം. ഇതിൻ്റെ അതായത് കാർബണൈൽ ഗ്രൂപ്പ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കീറ്റോൺ ആണ്, ഇത് ആൽഡിഹൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പ്രോബ്ലത്തെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ പെട്ടെന്ന് അങ്ങനെ കാണൂല, കാർബണൈൽ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കാണുക. അപ്പോൾ ഇത് കീറ്റോൺ ആണ്, ഇത് ആൽഡിഹൈഡ് ആണ്. അപ്പം കീറ്റോണിൻ്റെ ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ട് ആൽഡിഹൈഡിന് അറ്റാക്ക് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുക 1 2 3 4 5 6 7 മെമ്പേർഡ് റിംഗ് ആണ്. അതായത് ഈ ഓപ്ഷനാണ് കിട്ടുക, ഡി ഓപ്ഷനാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൈക്ലൈസേഷൻ നടക്കുകയാണെങ്കിൽ റിങ്ങിൻ്റെ സ്റ്റെബിലിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ 7 മെമ്പേർഡിനേക്കാളും സ്റ്റേബിൾ ആയിരിക്കും 5 മെമ്പേർഡ്. അങ്ങനെ 5 മെമ്പേർഡ് ഇതിൽ പോസിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് 5 മെമ്പേർഡിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ 5 മെമ്പേർഡ് ആണെങ്കിൽ എന്തെല്ലാം പോസിബിലിറ്റി ഉള്ളത്? ഒന്ന്, ഈ ഹൈഡ്രജൻ എടുത്ത് ഈ ആൽഫ ഹൈഡ്രജൻ എടുത്ത് ഇവിടെ അറ്റാക്ക് ചെയ്യാം. അപ്പം 1 2 3 4 5 മെമ്പേർഡ് കിട്ടും. അപ്പം ആൽഡിഹൈഡിലെ കാർബണൈൽ ഗ്രൂപ്പ് ഈ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. ആൽഡിഹൈഡ് അതേപോലെ ഉണ്ടാവും, കീറ്റോൺ ഉള്ളതാണ് മാറ്റം വരിക. അപ്പോൾ ഓപ്ഷൻ ബി പോലെ കിട്ടും. റെഡിയല്ലേ? ഇനി അടുത്ത പോസിബിലിറ്റി എന്താണ്? അടുത്ത പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പോസിബിലിറ്റി എന്താണ്? ഈ കീറ്റോണിൻ്റെ ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ട് ആൽഡിഹൈഡിന് അറ്റാക്ക് ചെയ്യാം. അപ്പോഴും 1 2 3 4 5 മെമ്പേർഡാണ് കിട്ടുക. അപ്പോൾ കീറ്റോണിലുള്ള കാർബണൈൽ ഗ്രൂപ്പിനൊന്നും സംഭവിക്കില്ല, ആൽഡിഹൈഡിലുള്ളത് മാറും. അപ്പോൾ കീറ്റോൺ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഓപ്ഷൻ എ പോലെ കിട്ടും. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ എ കിട്ടും, ഓപ്ഷൻ ബി കിട്ടും, ഓപ്ഷൻ ഡി കിട്ടും. ഇതിലേതാണ് മേജർ പ്രൊഡക്റ്റ് ഉണ്ടാവുക? അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, 7 മെമ്പേർഡാണ്. ഇത് നമുക്ക് കിട്ടിയില്ല, അത് പോട്ടെ. ഇനി എയും ബിയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുക എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കാർബണൈൽ കാർബണിൻ്റെ റിയാക്ടിവിറ്റിയാണ്. ഇപ്പോൾ കാർബണൈൽ കാർബണിൻ്റെ റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡാണ് ഏറ്റവും മോർ റിയാക്റ്റീവ്. കാർബണൈൽ കാർബൺ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ആൽഡിഹൈഡാണ്, പിന്നെയാണ് കീറ്റോൺ വരുള്ളൂ. അപ്പോൾ കീറ്റോണിൻ്റെ ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ട് ആൽഡിഹൈഡിൻ്റെ കാർബണൈൽ കാർബൺ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ വേണം പ്രൊഡക്റ്റ് എഴുതാൻ. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും വരിക, ശരി ഉത്തരം വരിക. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മെക്കാനിസം എഴുതേണ്ടത്. കീറ്റോണിൻ്റെ ഈ ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകണം. അപ്പം 1 2 3 4 5 വരും. അപ്പോൾ 5 മെമ്പേർഡ് റിങ് വന്നു. അപ്പോൾ 1 2 3 4 5 1ൽ എന്താ ഉള്ളത്? കീറ്റോൺ ഉണ്ട്. ഇനി ആ 5ലോ? 5ൽ O- ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. അടുത്തത് OH ആവും. ഇവിടെയുള്ള ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്തത് ഇങ്ങനെ പോകണം. അപ്പം നമുക്ക് എന്താ കിട്ടുക? ഉത്തരം ഇങ്ങനെ കിട്ടും. ഇവിടെ വന്ന് ഇങ്ങനെ കിട്ടും. ഓക്കെ, അങ്ങനെയുള്ളത് ഓപ്ഷൻ എ ആണ്. റെഡിയാണല്ലോ? ഓപ്ഷൻ എ ആണ് കിട്ടുക. അടുത്ത ചോദ്യം ഇതാണ്.
ആദ്യം തന്നിരിക്കുന്നത് ഓസോണോളിസിസ് ആണ്. അപ്പോൾ ഓസോണോളിസിസ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഓസോണോളിസിസ് നടക്കുമ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടുള്ളൂ. ഈ 2 ബോണ്ടും ബ്രേക്ക് ചെയ്യുക. സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഉണ്ട്. ഈ 2 ബോണ്ടും ബ്രേക്ക് ചെയ്തിട്ട് രണ്ടും ഡബിൾ ബോണ്ട് ഓടുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇവിടെയും ഡബിൾ ബോണ്ട് ഓടുക, ഇവിടെയും ഡബിൾ ബോണ്ട് ഓടുക. ഇവിടെയുള്ള സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ബ്രേക്ക് ചെയ്തിട്ട് 2 ഡബിൾ ബോണ്ട് ഓടുക. ഇതാണ് ഓസോണോളിസിസ്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ എന്താണ്? NaOET വന്നിട്ടുണ്ട്. NaOET എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ബേസ് ആണ്. ബേസ് എന്ത് ചെയ്യും? ഇവിടെയുള്ള ആൽഫ ഹൈഡ്രജൻ അല്ല, കാർബണേറ്റ് ഗ്രൂപ്പിൻ്റെ ആൽഫ ഹൈഡ്രജനെ ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ വരും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡബിൾ ബോണ്ട് O കിട്ടും. ഈ ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് എങ്ങനെ വരും അല്ലേ? ഇനി എന്താ? ഇൻട്രാമോളിക്കുലർ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കും. അപ്പം നമുക്ക് എന്താ കിട്ടുക? ഇൻട്രാമോളിക്കുലർ ആൽഡോൾ കണ്ടൻസേഷൻ നടന്നാൽ ഇത് 1, 2, 3, 4, 5, 6, 7 മെമ്പേർഡ് റിംഗ് ആവും. അപ്പുറത്ത് എന്താവും? 5 മെമ്പേർഡ് റിംഗ് ആവും. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഡബിൾ ബോണ്ട് O ഉണ്ട്. ഇത് 1, 2, 3, 4, 5, 6, 7. റെഡി. 7ൽ എന്താ ഉള്ളത്? O മൈനസ് ഉണ്ട് അല്ലേ? ഇവിടെ ഡബിൾ ബോണ്ട് O ഉണ്ടാവും. ഓക്കെ, അടുത്ത എന്താ നമ്മൾ പറഞ്ഞത്? OH ആവും. അടുത്ത സ്റ്റെപ്പിൽ NaOET ആണ് തന്നിരിക്കുന്നത്. ബേസിൻ്റെ പ്രസൻസിലുള്ള ഇവിടെയുള്ള ഹൈഡ്രജനും ഈ OHും എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഡബിൾ ബോണ്ട് O, ഇവിടെയും ഡബിൾ ബോണ്ട് O. ഇതാണ് പ്രൊഡക്റ്റ് കിട്ടുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് അൺനോൺ കണ്ടൻസേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകളും സംശയങ്ങളോ അല്ല എങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും അസിസ്റ്റൻസോ എന്തെങ്കിലും വേണമെങ്കിൽ എന്ത് കാര്യത്തിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ കെമിസ്ട്രി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കെമിസ്ട്രി പഠിക്കുന്ന മറ്റുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുക. ഈ ആൽഡോൾ കണ്ടൻസേഷന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബുക്കിലെ പേജ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനോട് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബൈ.